നമ്മുടെ പാലക്കാട് വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഒരു മോർണിംഗ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. നമ്മുടെ പൊള്ളാച്ചി റൂട്ടിൽ കൊഴിഞ്ഞാമ്പാറ വഴി കേരള തമിഴ്നാട് ബോർഡറായ ഗോപാലപുരത്തേക്കാണ് ഇന്നത്തെ ഈ യാത്ര. തമിഴ്നാട്ടിൽ ഡീസലിനും പെട്രോളിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. ഭയങ്കര വിലക്കുറവെന്ന് വെച്ചാൽ നമ്മളേലും വിലക്കുറവാണ്, കേരളത്തിലേലും വിലക്കുറവാണ്. എന്നാ പിന്നെ അവിടെ ചെന്ന് വണ്ടിയിൽ ഒരു ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു. ഡീസൽ അടിക്കാൻ വേണ്ടി മാത്രം അവിടെ പോകുന്നത് വലിയ ലാഭമുള്ള കാര്യമല്ല. പക്ഷെ അവിടെ അടുത്ത് വരെ പോകേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ബോർഡർ കടന്ന് ഡീസൽ അടിക്കാന്ന് വിചാരിച്ചത്. രാവിലെ ആയതുകൊണ്ട് റോഡിൽ തിരക്കൊട്ടും തന്നെയില്ല. അങ്ങനെ പോയി കൊഴിഞ്ഞാമ്പാറ എത്തി. ബോർഡറിനടുത്തുള്ള നല്ലൊരു ടൗൺ എന്ന് പറയാവുന്നത് കൊഴിഞ്ഞാമ്പാറയാണ്. കൊഴിഞ്ഞാമ്പാറ ടൗൺ കഴിഞ്ഞാൽ പിന്നെ വഴിയരികിൽ വീടുകളൊക്കെ താരതമ്യേന വളരെ കുറവായിരിക്കും. കൂടുതലും ഈ തെങ്ങിൻ തോപ്പുകളും തോട്ടങ്ങളും ഒക്കെയാണ് റോഡ് സൈഡിൽ കാണാൻ കഴിയുക. ചില സമയത്ത് ഇവിടെ കാളവണ്ടികളൊക്കെ കാണാൻ സാധിക്കും, പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ല. കേരളത്തിനുള്ളിലാണെങ്കിലും പക്ക തമിഴ്നാട് പോലത്തെ സ്ഥലമാണിത്. ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും തമിഴ് കൾച്ചർ ഉള്ളവരാണ്. നിലവിൽ ഇവിടുത്തെ റോഡിൽ പലയിടത്തും വലിയ കുഴികളൊക്കെ ഉണ്ട്. നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ നമ്മൾ ബോർഡറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഗോപാലപുരത്തെ കേരള തമിഴ്നാട് ബോർഡർ. ഗോപാലപുരം ബസ്സുകളൊക്കെ ഇവിടെ വരെയാണ് സർവീസ് ഉള്ളത്. ബോർഡറിനപ്പുറത്ത് തമിഴ്നാടിന്റെ ഗോപാലപുരം ബസ്സുകളും വരും. അങ്ങനെ വളരെ ഈസി ആയിട്ട് സംസ്ഥാനം കടന്ന് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേരളം വിട്ടപ്പോൾ റോഡിൽ വന്ന മാറ്റം എടുത്തു പറയേണ്ട ഒന്നാണ്. അത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ബോർഡറിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയാൽ ഇടതുവശത്ത് നയ്യാറയുടെ ഒരു പമ്പ് കാണാം. ഇതുവഴി പോകുമ്പോൾ ഞാൻ ഡീസൽ അടിക്കുന്നത് സ്ഥിരം ഇവിടെ നിന്നാണ്. അങ്ങനെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ടേൺ എടുത്ത് ഞാൻ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു. അങ്ങനെ ബോർഡർ കടന്ന് തിരിച്ച് കേരളത്തിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാ ബോർഡറുകളിലും ഇതേപോലെ ധാരാളം ലോട്ടറി കടകൾ കാണാൻ പറ്റും. അതിപ്പോൾ വാളയാറാണെങ്കിലും വേലന്താവളമാണെങ്കിലും ഗോപാലപുരം ഗോവിന്ദപുരം എവിടെയാണെങ്കിലും ഇങ്ങനെ കാണാൻ പറ്റും. അതിന്റെ കാരണം എന്തെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഇതേപോലെ ലോട്ടറി സെറ്റപ്പ് ഇല്ല. അതുകൊണ്ട് ധാരാളം ആളുകളാണ് ബോർഡർ കടന്നത്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ബോർഡർ കടന്ന് കേരളത്തിൽ വന്ന് ലോട്ടറി എടുത്തിട്ട് പോകും. ഒരു വരവിൽ അടുത്ത 4-5 ദിവസത്തെ ലോട്ടറികൾ ഒരുമിച്ച് എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാനും ഇവിടെ നിന്ന് ലോട്ടറി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലോട്ടറി എടുത്ത് നമ്മൾ തിരിച്ച് നേരെ പാലക്കാട്ടേക്ക്. അപ്പൊ ഇന്നത്തെ ഒരു മോർണിംഗ് ഡ്രൈവ് ഇവിടെ കഴിഞ്ഞു. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ വീഡിയോ, ചുമ്മാ ഒരു രസത്തിനടുത്താണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.